എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ ഇടാനായിട്ട് നേരം വൈകി. നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? ഞാനിത്തിരി വൈകിന്ന് വീഡിയോ ആയിട്ട് വരാനായിട്ട്, വീഡിയോ പിടിക്കാനായിട്ട് ഇത്തിരി നേരം വൈകി. ഇന്ന് ഇത്തിരി സുഖമില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് BP പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ പോയിക്കായിരുന്നു. ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരം കുറച്ച് വൈകി. കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാതിരുന്നത്. ഇടയ്ക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ BP ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം. BP, ഷുഗർ, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളറിയില്ല, നമുക്ക് വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തോന്നണമെന്നൊന്നുമില്ല അതിന്. അപ്പോൾ ഇതിലേതെങ്കിലും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് പ്രത്യേകിച്ച് വേറൊരു ലക്ഷണവും ഉണ്ടാവില്ല. ചിലവർക്ക് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, തലകറക്കം അല്ലെങ്കിൽ ക്ഷീണം, വയ്യായ അതൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പോയി നോക്കും. ലക്ഷണങ്ങളില്ലാത്തവർ പോയി നോക്കില്ല. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇടയ്ക്ക് മാസമോ 2 മാസം കൂടുമ്പോഴോ ഒക്കെ ഒന്ന് പോയിട്ട് BP, അതേപോലെ ഷുഗർ, അതൊക്കെ ഒന്ന് കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതിനായിട്ട് പോയതായിരുന്നു. BP സ്വല്പം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് ഭയങ്കര വലിയ പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തുക. ഇപ്പോൾ പക്ഷാഘാതം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒരുവിധം എല്ലായിടത്തും പ്രായഭേദമന്യേ കേൾക്കുന്നുണ്ട്. പക്ഷാഘാതം, സ്ട്രോക്ക് എന്ന് പറയണത്, അതൊക്കെ ഈ BP, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാതും നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടന്ന് വലുതായിട്ട് അധികമായിട്ട് അമിതമാവണം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കതെല്ലാം പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ആശ്വാസം, അതായത് വേറെ ഒന്നല്ല, കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളിതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഈ പക്ഷാഘാതം തന്നെ വരുമ്പോൾ അത് ചിലവർക്ക് അറിയാതെ പോവാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾക്ക് പെട്ടെന്ന് ഒരു തളർച്ച, ക്ഷീണം, വയ്യായ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അതെന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പക്ഷാഘാതമാണോ നോക്കാനായിട്ട് 2-3 ലക്ഷണങ്ങളുണ്ട് അതിൻ്റെ. ആ 2-3 ലക്ഷണങ്ങൾ ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ആസ്പത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ്. അതായത് രോഗിയോട് നമ്മളൊന്ന് ചിരിക്കാൻ പറയുക. ചിരിക്കാൻ പറയുമ്പോൾ രോഗിക്ക് ശരിക്കും ചിരിക്കാൻ പറ്റില്ല. രോഗി ചിരിക്കുമ്പോൾ ഈ ചുണ്ടിൻ്റെ ഒരു വശം ഇങ്ങനെ കോടിപ്പോവും, ചിരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവാം ഇതെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാമല്ലോ. വേറെ ഇപ്പോൾ കൂടുതൽ കടന്നൊന്നും ചിന്തിച്ചില്ലെങ്കിലും ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കാൻ പറ്റില്ല. ചെറിയൊരു ഭാഗത്തേക്ക് കോടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ലക്ഷണമാണ്. അതേപോലെ ഈ രോഗിയോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയുക. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ ചോദിക്കാതെ പറയിപ്പിക്കുമ്പോൾ അത് ശരിക്കും ഈ പക്ഷാഘാതമാണെങ്കിൽ ശരിക്കും പറയാൻ പറ്റില്ല. നാവ് കുഴഞ്ഞ് പോയിട്ടുള്ള സംസാരമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുക. പക്ഷാഘാതത്തിൻ്റെ ലക്ഷണം അതാണ്, നാവ് കുഴച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കുഴഞ്ഞ രീതിയിലുള്ള സംസാരമാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ഈ 2 കൈയും മുകളിലേക്ക് ഉയർത്തി പിടിക്കാൻ പറയും. 2 കൈ ഇങ്ങനെ പിടിക്കാൻ പറയുമ്പോൾ അവർക്ക് പറ്റില്ല പിടിക്കാനായിട്ട്. കയ്യിൽ ഒരു കൈ കുഴഞ്ഞിങ്ങോട്ട് വീഴും. അങ്ങനെ അയച്ചാലും ഇത് പക്ഷാഘാതത്തിൻ്റെ ലക്ഷണമാണ്. ഈ 3 ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വരുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ അത് ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല. ഇതിങ്ങനെ ഈ പക്ഷാഘാതം സംഭവിച്ച ആളെ ആസ്പത്രിയിലേക്ക് നമ്മളൊരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ വേഗം തന്നെ എത്തിക്കുകയാണെങ്കിൽ അതിനുള്ള ചികിത്സകൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ട് അതിന്ന് മോചനം കിട്ടും. അല്ല, നമ്മളത് മനസ്സിലാക്കാണ്ട് നമ്മളത് കുറേ നേരം അവിടെ ഇട്ട് കുറേ വൈകിച്ചിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ചികിത്സ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രോഗശമനം വളരെ വൈകിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലത്തെ റിക്കവറി ഉണ്ടാവില്ല പെട്ടെന്ന്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടക്കാനും സാധാരണ രീതിയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഈ 3 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോയി അതിൻ്റേതായ ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സകൾ കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗിക്ക് രോഗത്തിൻ്റേതായ ദുരിതങ്ങളിൽ നിന്ന് വളരെ വേഗം മോചനം കിട്ടാൻ പറ്റും, മോചനം ഉണ്ടാവും.
അല്ല നമ്മൾ നേരം വൈകിട്ടാണ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം തളർന്ന് വർത്താനം പറയാൻ പറ്റാതെയായി, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി ഈ രോഗി ബെഡിൽ കിടക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മൾ എല്ലാവരും സാധാരണ എല്ലാവർക്കും അറിവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതെല്ലാവരിലേക്കും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി 3 ലക്ഷണങ്ങൾ അവർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ചിരിക്കാൻ പറയുമ്പോൾ അവർക്ക് ചിരിക്കാൻ പറ്റില്ല, ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോടിപ്പോവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 90% മനസ്സിലാക്കാം അങ്ങനെ ഒരു പ്രശ്നം ആണ് എന്ന്. അതേപോലെ തന്നെ സംസാരിക്കാൻ പറഞ്ഞാലും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, നാവ് ഇങ്ങനെ കുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ശരിക്കും കറക്റ്റായിട്ട് അവർക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി 2 കൈ മുകളിലേക്ക് പൊന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ പൊന്തും, ഒരു കൈ പൊന്തില്ല, കീഴ്പ്പെട്ട തന്നെ വീഴും. അപ്പോൾ അതും ഒരു ലക്ഷണമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിനൊക്കെയുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലുകളിലേക്ക് തന്നെ എത്തിച്ചു കഴിഞ്ഞാൽ ആ രോഗി ആ രോഗത്തിൽ നിന്ന് വളരെ വേഗം മുക്തി നേടാനും പിന്നീടുള്ള ജീവിതം ആൾക്ക് സുഖമായിട്ട് ജീവിക്കാനും പറ്റും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ കാലം ഒക്കെ ബെഡിൽ കിടക്കേണ്ടി വരും. അത് ഈ സമയം നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടും മുഴുവനും അതാണെന്നും പറയാൻ പറ്റില്ല. പിന്നെ പ്രായത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടും ആളുകൾക്ക് രോഗശമനം കുറയും. അപ്പോൾ അത് നമ്മളൊക്കെ പെട്ടെന്ന് ചെയ്യാം. പിന്നെ അതേപോലെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളായാലും നമുക്ക് എന്തെങ്കിലും നെഞ്ചുവേദനയോ കൈവേദനയോ കൈകഴപ്പോ പുറംകഴപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാതും ചിലപ്പോൾ ഗ്യാസിൻ്റെ തന്നെ ആയിരിക്കും. പക്ഷെ എല്ലാതും നമ്മൾ ഗ്യാസിൻ്റെ ആണെന്ന് മാത്രം വിചാരിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. ചിലതൊന്നും ഗ്യാസിൻ്റെ ആവില്ല. 90% ആളുകൾക്കും ഗ്യാസിൻ്റെ ആവുന്നൊരു നെഞ്ഞത്താ പുറത്തൊക്കെ വേദന വരുമ്പോഴേക്കും നമ്മളാരും ഓടിപ്പോയി ചികിത്സിക്കില്ല. എന്നാലും ഗുളിക കഴിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം ജീരകവെള്ളം അതൊക്കെ കുടിച്ചിട്ടും കുറവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അടുത്തുള്ളൊരു ഡോക്ടറെ വേഗം തന്നെ കാണാൻ പോകുന്നത് നല്ലതാണ്, വേദന മാറണില്ലെങ്കിൽ. ഗ്യാസിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗുളിക എന്തെങ്കിലും ജലൂസിലോ അങ്ങനെ എന്തെങ്കിലും ഗ്യാസിൻ്റെ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ ശമനം കിട്ടും. പക്ഷെ ഈ ഹാർട്ടിൻ്റേതായ പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരു ശമനം, വേദന കുറയില്ല. ചെറുതായിട്ടൊന്ന് കുറയുന്നല്ലാണ്ട് വീണ്ടും അത് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നന്നായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ ഏജും പ്രായമല്ല, ഇപ്പോൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ അസുഖങ്ങളെല്ലാതും വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ഒക്കെ അമ്മമ്മയുടെയൊക്കെ കാലത്തൊന്നും ഇങ്ങനെ അറ്റാക്ക് ചെറുപിള്ളേർക്കോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴലോ അതൊന്നും അങ്ങനെ അത്രയധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പ്രായമായവർക്കല്ല പ്രശ്നങ്ങൾ മുഴുവൻ ചെറുപ്പം പിള്ളേർക്കും ഒരു മധ്യവയസ്സ് അല്ലെങ്കിൽ 35, 25, 40 ഒക്കെ അങ്ങനെയൊക്കെയുള്ള വയസ്സിലുള്ളവർക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ. പെട്ടെന്നാണ് അവർക്ക് ഓരോ പ്രശ്നങ്ങൾ. അതായത് ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണെന്നാണ് പറയുന്നത്. അതെന്താണോ അതോ ഈ ജീവിത രീതികൾ, നമ്മുടെ ജീവിതശൈലികൾ പഴയ പോലെയല്ല, ശൈലികൾക്ക് വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം. പണ്ടത്തെ പോലെ നമ്മൾ രാത്രി 7 മണിയാകുമ്പോഴേക്കും ഭക്ഷണത്തിരി കഴിച്ച് കിടന്നുറങ്ങണ പോലെ അല്ലല്ലോ ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് രാത്രി 12 മണി വരെ ഉറങ്ങാണ്ടിരുന്ന് ആ 12 മണി 1 മണി നേരത്ത് പോയിട്ടാണ് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കണത്. അത് കഴിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങൂല്ല, മൊബൈലിൽ കൈ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ആ ഇരുന്ന് മൊബൈൽ കണ്ട് ഒരുവിധം നേരം വിളിച്ചാൽ പറയുമ്പോഴേക്ക് കിടന്നുറങ്ങുക. അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുന്ന ഒരു ഇടപാടാണ്. നമുക്ക് രാത്രി ഉറക്കമില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശരീരം ആകെ ടയേർഡാവും. നമ്മുടെ ശരീരത്തിനൊരു വിശ്രമം കൊടുക്കേണ്ട സമയമാണ് നമ്മുടെ രാത്രിയിലത്തെ ഉറക്കം. ആ ഉറക്കമില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളറിയില്ല, നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിലത്തെ ആദ്രാവയങ്ങൾക്ക് അത് പ്രശ്നം തുടങ്ങി പതുക്കെ അത് തുടങ്ങി അത് വല്ലാണ്ട് അധികമാകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതായത് അറ്റാക്ക്, കുഴഞ്ഞു വീഴല് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ നല്ല ആഹാരങ്ങൾ കഴിക്കുക. പരമാവധി പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിയുമെങ്കിൽ ഒഴിവാക്കുക. ഇനി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസുകൾ ഒഴിവാക്കുക. പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക, ഇലവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറേ നമ്മുടെ ശരീരം
ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ നമുക്കൊരു പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കിട്ടും. പിന്നെ അതുപോലെ വ്യായാമത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് വ്യായാമം ഇല്ല. വ്യായാമത്തിനൊന്നും അവർക്ക് പോകണില്ല. അവർ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോയ കുട്ടികളായാലും പഠിപ്പ് കഴിഞ്ഞ് വന്നാൽ ഈ ടി വി അല്ലെങ്കിൽ മൊബൈൽ ഇതൊക്കെ കൈ പിടിച്ചിരിക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെയും പണി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ കൊളസ്ട്രോളും ഷുഗറും ഉണ്ട്. അവരെ വരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കതുണ്ട്. പിന്നെ അവർ ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അതിനുള്ളൊരു ദഹനം നടക്കണില്ല. അത് ദഹിക്കാണ്ട് അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ശരീരം അത് നമ്മളെ കൊഴുപ്പായിട്ട് ഇങ്ങനെ ശേഖരിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. കുട്ടികൾക്കും ഉണ്ട് ഇപ്പോൾ ഈ വക അസുഖങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ കുറേ നേരം കളിക്കാൻ വിടുക. വരിക, ഇരുത്തി പഠിപ്പിക്കുക, അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കുക, അതൊന്ന് കളിക്കട്ടെ എന്ന് വിചാരിക്കുക, അതൊന്നും ചെയ്യരുത്. നമ്മൾ പരമാവധി കുട്ടികളെ നമ്മൾ സ്കൂൾ വിട്ട് വന്ന 1-2 മണിക്കൂർ നേരം അവർക്ക് കളിക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം. ആ കളി ആണ് അവരുടെ ഏറ്റവും വലിയ ആരോഗ്യം. അവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ഈ കളിയിൽ കൂടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അവർക്കതൊരു ശാരീരികമായിട്ടെന്ന് പറയുമ്പോൾ അവർക്ക് രക്തചംക്രമണം ഉണ്ടാവാനും മാനസികമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്തചംക്രമണം കൂടുമ്പോൾ നമ്മുടെ തലച്ചോറിനും എല്ലാത്തിനും നല്ലൊരു സന്തോഷം കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് കളിച്ചാലാണ് കൂടുതൽ അവർക്ക് ആരോഗ്യം മെച്ചപ്പെടുള്ളൂ. അല്ലെ സൈക്കിൾ ചവിട്ടുക, കളിക്കാൻ പോവുക, ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക. പണ്ടുള്ള കുട്ടികളൊക്കെ കളിച്ചായിരുന്നില്ലേ? അതന്നെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വരിക, സ്കൂളിൽ നിന്ന് വരിക, അങ്ങനെ തന്നെ മൊബൈൽ കയ്യിലെടുക്കുക, അത് കണ്ടിങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും വറുത്തതും പൊരിച്ചതൊക്കെ തിന്നുക, അങ്ങനെയുള്ളൊരു ജീവിതമാണ്. അപ്പോൾ അതിൽ കുട്ടികളെയും നമ്മൾ പിന്തിരിപ്പിക്കണം. നമ്മൾ അമ്മമാരും അച്ഛന്മാരും വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടികളും അതിൽ നിന്ന് മാറ്റം വരുത്താൻ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മളത് ചെയ്ത് പരിശീലിപ്പിച്ചാൽ അവരത് പരിശീലിച്ചോളും ഒരു പരിധി വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നിയ പോലെ ചെയ്യുള്ളൂ. അതിപ്പോൾ നമുക്കാർക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവർക്ക് അതിൻ്റെതായ അനുഭവങ്ങൾ വരുമ്പോൾ അവർ മാറിക്കോളും. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. നമ്മുടെ ആരോഗ്യം ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കുക. ആരോഗ്യം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായാലും കാര്യമില്ല. നമുക്ക് എത്ര സ്വത്തുണ്ട്, മുതലുണ്ട്, എന്തുണ്ട് എന്ന് പറഞ്ഞാലും ആരോഗ്യം ഇല്ലാണ്ടായതോടുകൂടി ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും വേണ്ട എന്നുള്ളൊരു ലെവലിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ അസുഖം മാറി കിട്ടിയാൽ മതി. നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്ക് കുറച്ച് ആരോഗ്യം ലഭിച്ചാൽ മതി. നമുക്കൊരു ആപത്ത് ഉണ്ടാവണേ ദൈവമേ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥന. രോഗം വരണവരെയും നമ്മൾ എന്താ പറയുക, പൈസ എന്നുള്ള മരിച്ച് ഓടി ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കുന്ന സംഗതികളൊന്നും ആ സമയത്ത് നമുക്ക് വേണ്ടാന്ന് തോന്നും. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മതി, അതാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തെ. ഏറ്റവും മുൻഗണന നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കണം. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറയാം. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. പിന്നെ കുറേയൊക്കെ നമ്മുടെ വിധി എന്നും പറയാം, ദൈവത്തിൻ്റെ തീരുമാനം എന്നതിനൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ സൂക്ഷിക്കാണ്ട് വന്നതാണ് പറയിപ്പിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികളുടെ വീട്ടിലുള്ള മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, അവരെല്ലാവരുടെ ആരോഗ്യത്തിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശ്രദ്ധ വേണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്. ആരോഗ്യം അത് ഒന്നാമത്തെ ഒരു വിഷയം തന്നെയാണ്. നമ്മളത് നിസ്സാരാക്കിയിട്ട് തള്ളിക്കളയരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി പരിശ്രമിക്കുക, അതിന് അനുസരിച്ച് ജീവിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, നന്നായി കിടന്നുറങ്ങുക. അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഉള്ള പകുതി അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. പിന്നെ കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് നടക്കുക, യോഗ ചെയ്യുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അതിന് വേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.